ഹായ് ഫ്രണ്ട്സ്, നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു തക്കാളി കറിയാണ് കേട്ടോ. തേങ്ങാപ്പാൽ കുഴിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടൊരു തക്കാളി കറി എങ്ങനെ വെക്കണം നോക്കാം കേട്ടോ. അതിന് നമുക്ക് ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു സപ്പോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ വളരെ കുറച്ച് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. വേപ്പിലയും ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു സ്പൂൺ ഉപ്പ്, പിന്നെ ചെറിയ കുടംപുളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരു ചെറിയ പീസ് 3 എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ചെയ്യണം നോക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒരു ചെറിയൊരു കപ്പിൽ 1 പാൽ എടുത്തിട്ടുണ്ട്. ഇതിലൊരു 3/4 കപ്പ് 2 പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. ചൂടായി കഴിയുമ്പോൾ ഈ സബോള ഒന്നിട്ട് വഴറ്റണം കേട്ടോ. സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം ഒരു സബോളയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കളർ മാറണ വരെ ഒന്നിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കളറൊന്ന് പകുതി മാറുമ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയും കൂടെ ചതച്ചതിലിട്ട് കൊടുക്കാം. സബോള ഈ ഒരു കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ. ഇതധികം ആവണ്ട, നമുക്ക് ഇതിൻ്റെ ഒരു പച്ച മണം മാറണ വരെ ഒന്ന് ഇളക്കി വേണ്ടിയിട്ടാണ്. വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ തക്കാളി ഒന്ന് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് കിടന്നൊന്ന് വാടട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് ഇതിലൊന്ന് കിടന്ന് ഒന്ന് വാടിക്കോട്ടെ. എന്നിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വേറെ കറി വയ്ക്കാനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ 2 തക്കാളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് അത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ചോറിനായാലും ഇപ്പോൾ വെള്ളപ്പം ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു കറി നന്നായിരിക്കും കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എടുത്ത ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് അങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് 2 പാൽ ഒഴിച്ച് കൊടുക്കാം.
രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇതൊരു 10 മിനിറ്റ് മതി കേട്ടോ. ആകെ നല്ലതായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഈ രണ്ടാം പാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിക്കോട്ടെ. നമ്മൾ എടുത്ത് വെച്ചാണ് കുടംപുളി ഇട്ട് കൊടുക്കുന്നത്. അധികം പുളി വേണ്ട കേട്ടോ. തക്കാളിക്ക് പൊതുവെ പുളി ഉണ്ട്, പക്ഷേ ഈ കുടംപുളിയുടെ ഒരു പുളിയും കൂടെ ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിന്. നമുക്ക് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് മൂടി കേട്ടോ. ഈ രണ്ടാം പാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ നല്ല ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം മൂടി കേട്ടോ നമുക്ക്. ഇനി ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ കറി. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കുറുതായിട്ട് വന്നിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ചത്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിള വരുമ്പോൾ നമുക്ക് നിർത്തി കൊടുക്കാം. ചോറിനൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ ഒന്ന് പുളി ഉണ്ടോ നോക്കാം കേട്ടോ. പുളി കൂടുതലുണ്ടെങ്കിൽ നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. കുടംപുളി ഇട്ടത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ഇതൊന്ന് തിള വരുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ എല്ലാവരും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.